സംസ്ഥാനത്തെ ഏറ്റവും ആവേശ പോരാട്ടങ്ങളിൽ ഒന്ന് നടക്കുന്ന വടകരയിലെ കൊട്ടിക്കലാശം തലശ്ശേരി ടൗണിലായിരുന്നു. ചെണ്ടമേളവും ബാൻഡുമേളവും ഉൾപ്പെടെയുള്ള വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു കൊട്ടിക്കലാശം. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വടകര ടൗണിലെ കൊട്ടിക്കലാശം ഒഴിവാക്കിയിരുന്നു. VS രഞ്ജിത്തിന്റെ റിപ്പോർട്ട്. കഴിഞ്ഞ 52 ദിവസമായി വടകരയിൽ കണ്ട വീറും വാശിയുമുള്ള ആവേശകരമായ മത്സരത്തിന്റെ കൊട്ടിക്കലാശം അതേ അർത്ഥത്തിൽ ആവേശകരമാക്കിയാണ് വടകരയിൽ അവസാനിച്ചത്. 3 സ്ഥാനാർത്ഥികളും തലശ്ശേരിയിലാണ് അവരുടെ കൊട്ടിക്കലാശം ഉണ്ടായിരുന്നത്. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ശൈല ടീച്ചർ കൊട്ടിക്കലാശം അവസാനിപ്പിച്ചപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് ഷാഫി പറമ്പിൽ അവരുടെ കൊട്ടിക്കലാശം അവസാനിച്ചത്. അതുപോലെ NDA സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണനും പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് കൊട്ടിക്കലാശം അവസാനിപ്പിച്ചത്. വടകരയെ സംബന്ധിച്ച് 2009 മുതൽ UDFന്റെ മണ്ഡലമാണ്. ആ മണ്ഡലം നിലനിർത്തുമെന്ന് വാശിയോടെ പറഞ്ഞുകൊണ്ടാണ് ഷാഫി പറമ്പിൽ ഈ കൊട്ടിക്കലാശത്തിൽ മത്സരത്തിന്റെ ചൂട് അവസാനിപ്പിച്ചത്. അതുപോലെ തന്നെ ഈ മണ്ഡലം തിരിച്ചുപിടിക്കും എന്നുറപ്പിച്ചുകൊണ്ടാണ് ശൈല ടീച്ചർ അവസാനിപ്പിക്കുന്നത്. NDA സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണനും വോട്ട് വിഹിതം വർദ്ധിപ്പിക്കും എന്ന് അവസാന റൗണ്ട് മത്സരത്തിലും ആത്മവിശ്വാസം ഉറപ്പിക്കുന്നു. ഏതായാലും വടകരയുടെ കടത്തനാടൻ മണ്ണിൽ ആവേശകരമായ പോരാട്ടം നടക്കുന്നു. ആ പോരാട്ടത്തിന്റെ എല്ലാ വീറും വാശിയും കാണിച്ചുകൊണ്ടായിരുന്നു റോഡ് ഷോകൾ 3 സ്ഥാനാർത്ഥികളും അവസാനിപ്പിച്ചത്. ക്യാമറമാൻ മിജേഷ് അമ്പാടിക്കൊപ്പം VS രഞ്ജിത്ത്, റിപ്പോർട്ടർ, തലശ്ശേരി.